അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കട്ടെ. ഇസ്ലാമിലെ സാമ്രാജ്യത്തിലെ കരുത്തും ഊർജ്ജവും വിളിച്ചോദിക്കുന്ന തൻ്റെ ഈമാനിക ആവേശവും യുദ്ധപാഠവും കൊണ്ട് മുസ്ലിങ്ങളെ കിട്ടാകനിയായി ആ കോൺസ്റ്റബിൾ കീഴടക്കിയ സുൽത്താൻ മുഹമ്മദിന്റെ ചരിത്രകഥ. ഞങ്ങളുടെ കഥയുടെ പേര് കരയിലൂടെ കപ്പലോടിച്ച യോദ്ധാവ്. കരയിലൂടെ കപ്പലോടിച്ച യോദ്ധാവ്. ബിസ്മിയും ഹംദും സ്വലാത്തും അൽസലാമും ചൊല്ലി അഹദിലായി നിറച്ച ചരിതം കിസ്സയായി തുടങ്ങി. ധീരചരിത മണ്ണിൽ തിരുഫാത്തിഹിന്റെ കണ്ണിൽ വീരശൗര്യവിണ്ണിൽ നിരയായി പൊലിഞ്ഞ അന്ന്. ധീരചരിത മണ്ണിൽ തിരുഫാത്തിഹിന്റെ കണ്ണിൽ വീരശൗര്യവിണ്ണിൽ നിരയായി പൊലിഞ്ഞ അന്ന്. ശാന്ത സുന്ദരമായ അറേബ്യൻ മണൽത്തരി, അവിടെ പവിത്രമാക്കപ്പെട്ട പ്രവാചകന്റെ മദീനത്തു നബവി. വിളക്കുമാടത്തിന് ചുറ്റും യാമ്പാറ്റകളെ പോലെ ചുറ്റുമിരിക്കുന്ന സഹാബി വൈദ്യന്മാർ പെട്ടെന്ന് അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നബി തങ്ങൾ ഒരു മനോഹരമായ പ്രഖ്യാപനം നടത്തി. നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കും. അത് കീഴടക്കുന്ന സൈന്യാധിപൻ ഏറ്റവും ഉത്തമനും അത് കീഴടക്കുന്ന സൈന്യം ഏറ്റവും മികച്ചതുമായിരിക്കും. മുഅ്മിനീങ്ങൾ ഉള്ളിലേക്ക് തട്ടുന്ന ഈ പ്രഖ്യാപനം കേട്ട് സ്വഹാബിമാർ പരസ്പരം സംശയത്തോടെ നോക്കി. ആരായിരിക്കും ആ ധീര സൈന്യാധിപൻ? മുവായിബിന് അബീ സുഫിയാനുമുള്ള താങ്കളാവണം പ്രവാചക പ്രവചനം പോലെ എന്ന അതിയായ ആഗ്രഹത്തോടു കൂടി പല തവണ കോൺസ്റ്റബിൾ കീഴടക്കാൻ ശ്രമിച്ചു. എന്നാൽ ഹിജ്റ 9-ാം നൂറ്റാണ്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു. ആ ദൗത്യത്തിന് ചുക്കാൻ പിടിക്കാൻ പുതിയൊരു ഇതിഹാസം ജന്മം നൽകി. ഇസ്ലാമിക പോരാട്ട വീതിയിലെ ജലിക്കുന്ന താരമേറിയ ആ ധീര യോദ്ധാവ് ആരാണെന്നല്ലേ? മുത്തു റസൂലിന്റെ വാക്കുകൾ ഏതൊക്കെ ഹക്കിന്റെ ചാരയായി നിരധീര രൂപമായി സുൽത്താൻ മുഹമ്മദിലായി ഇവർ പരിതമഖിലമായി തിടുന്ന പോർക്കള ജേതാ. മുത്തു റസൂലിന്റെ വാക്കുകൾ ഏതൊക്കെ ഹക്കിന്റെ ചാരയായി നിരധീര രൂപമായി സുൽത്താൻ മുഹമ്മദിലായി ഇവർ ചരിതമഖിലമായി തിടുന്ന പോർക്കള ജേതാ. 835 മനോഹരമായ പ്രഭാതം. ഉസ്മാനിയ ഖിലാഫത്തിന്റെ കടിഞ്ഞാൺ എന്തെന്ന് സുൽത്താൻ മുറാദിന്റെ കൊട്ടാരത്തിൽ ഇന്ന് ആനന്ദത്തിന്റെ ദിനമാണ്. രാജാവിനും രാജ്ഞിക്കും ഒരു ചെറിയ കുഞ്ഞു പിറന്നിരിക്കുന്നു. ചിഹ്നചിദ്ര സമൂഹത്തെ ഇസ്ലാമിന്റെ പട്ടക്കിൽ ഒരുമിച്ച് കൂട്ടി നവോത്ഥാനം തെളിയിച്ചു കൊടുത്ത ആ പ്രവാചകന്റെ നാമം തന്നെ നൽകി മുഹമ്മദ്. ബാലനായ മുഹമ്മദ് മതവിജ്ഞാനങ്ങളിലും യുദ്ധമുറകളിലും പ്രാവീണ്യം നേടിയിരുന്നു. ഒരു ഭരണാധികാരിക്ക് വേണ്ട നൈപുണ്യവും പക്വതയും അവൻ ചെറുപ്പത്തിൽ തന്നെ സ്വായത്തമാക്കി. തൻ്റെ പിൻഗാമിയായി കണ്ട സുൽത്താൻ മുറാദ് അവനെ ചെറിയ പ്രതീക്ഷയോടെ അവനെ ഭരണാധികാരിയാക്കി. ഇത് ആ കൗമാരകന്റെ ഭരണ പരീക്ഷണങ്ങൾക്ക് കൂടുതൽ ഊർജവും കരുത്തു പകർന്നു. എന്നാൽ ആ കൗമാരകന്റെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ഒരു അതിഹാസമായ അഭിലാഷമുണ്ടായിരുന്നു. എന്താണത്? ബാലനാ മുഹമ്മദിന്റെ കൽബിലകം സ്വപ്നമായി ചൊന്ന നബി കിസ്സയിലെ നായകനായി വാണിടാം. രാജനങ്ങൾ നേരിടാൻ വിറച്ചില്ലേ ക്രൂരവംശ ഭീകര കരങ്ങളേറെയേറ്റില്ലേ. രാജനങ്ങൾ നേരിടാൻ വിറച്ചില്ലേ ക്രൂരവംശ ഭീകര കരങ്ങളേറെയേറ്റില്ലേ. ആഗ്രഹം മറ്റൊന്നുമായിരുന്നില്ല. പ്രവാചകൻ പ്രവചിച്ചതുപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കണം. തൻ്റെ മുൻഗാമികളെ തോറ്റു മിന്മാക്കി തനിക്ക് വിജയിക്കണം. അദ്ദേഹത്തിൻ്റെ ഗുരുവനായ ഷേഖ് ഷംസുദ്ദീൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഈമാനിൻ്റെയും ജിഹാദിൻ്റെയും പ്രാവീണ്യം എത്തിച്ചു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുകയും സാമ്രാജ്യത്തിൻ്റെ ചേങ്കോൽ ഏന്തുകയും ചെയ്തു. വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള സുൽത്താൻ്റെ സൈന്യത്തിന് മുന്നിൽ സുൽത്താന് വെറും കോൺസ്റ്റാബിൾ കീഴടക്കുന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സുൽത്താൻ 2 ലക്ഷത്തിൽ പരം സൈന്യവും 100 കപ്പലുകളും 100 പീരങ്കികളുമായി കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് യാത്ര തിരിഞ്ഞു. നഗരത്തെ സംരക്ഷിച്ചിരുന്ന കോട്ട 40 ദിവസം ഉപരോധിച്ചെങ്കിലും ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളത്താൽ ചുറ്റപ്പെട്ട കോട്ടയായതിനാൽ അവിടേക്ക് കപ്പലുകൾ പ്രവേശിക്കാതിരിക്കാൻ ചങ്ങല കൊണ്ട് ബന്ധിച്ചതിനാൽ മുസ്ലിം സൈന്യത്തിന് അവിടേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇതുവരെ ഒരു ഭരണാധികാരി പോലും ചിന്തിക്കുക പോലും ചെയ്യാത്ത ആ അസാധ്യമായ കാര്യത്തിന് സുൽത്താന്റെ സൈന്യം തയ്യാറാവുകയാണ്. എന്താണത്? കോട്ട കൊട്ടാരങ്ങൾ കാക്കും കിംവരന്മാരും കലകപ്പലുകൾ ഏറ്റിവെക്കും മുമ്പരന്മാരും അടിടി വളലം വളവെട്ടും കടിപിടിയെല്ലാം വകവീട്ടും പൊടിപടിയകലം തായ വീശി കടൽ കൂട്ടം. മുമ്പിൽ മനം പിടയും നെഞ്ചിൽ കാനം പിടയും തീരിൻ ഇസത്തുയരും തേരോട്ടം. മുമ്പിൽ മനം പിടയും നെഞ്ചിൽ കാനം പിടയും തീരിൻ ഇസത്തുയരും തേരോട്ടം.
സുൽത്താൻ്റെ സൈന്യത്തിന്മേൽ ഒരൊറ്റൊരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 100 കൂറ്റൻ കപ്പലുകളെ കൊട്ടാരകത്തേക്ക് തള്ളി നീക്കുക. അങ്ങനെ ആ സുബ്ഹാനല്ലാഹ്, ആ പച്ച മനുഷ്യൻ ഒരൊറ്റ രാത്രിയിൽ 100 പടക്കപ്പലുകളെ ആ കോട്ടകത്തേക്ക് തള്ളി നീക്കി. കോട്ടകത്തേക്ക് എത്തിയ സുൽത്താൻ്റെ സൈന്യത്തിൻ്റെ അക്രമത്തിന് മുന്നിൽ ഒന്നും പറയാനാവാത്ത ശത്രുക്കൾ തക്ബീറിൻ്റെ താളമുഴങ്ങി. മുസ്ലിങ്ങളുടെ ബീരങ്കിയുടെ ഗർജനം അന്തരീക്ഷയിൽ പ്രകമ്പനിട്ടു. 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിച്ച ആ പ്രവചനത്തിന് സാക്ഷിയായിക്കൊണ്ട് സോഫിയ മിനാരങ്ങളിൽ നിന്നും തക്ബീറിൻ്റെ താളമുഴങ്ങി. നേരിലേറിടും ജയമേറി പോരിലായിടും ഫത്ഹേറി തോഹ തങ്ങളെ മൊയ്യേറ്റം സിദ്ദിഖിലായിടാൻ ഉറച്ച മരമൂറ്റം. ആ മഹാചരിത്രം തീർത്തിടുന്നു മിത്രം നായകന ഫാത്തിഹിന്റെ വീരമൂറും സീറയായി. നായകന ഫാത്തിഹിന്റെ വീരമൂറും സീറയായി സദാ സലാമതോദിടാം ചരിത കിസ്സ നിർത്തിടാം. സദാ സലാമതോദിടാം ചരിത കിസ്സ നിർത്തിടാം. ആ ധീര യോദ്ധാവിനെ ലോക സുൽത്താൻ മുഹമ്മദുൽ ഫാത്തി എന്ന് പുകഴ്ത്തിപ്പാടി. ആ മഹാന്റെ ചരിത്രം നമുക്കുമെന്ന് ഊർജ്ജമാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.